ശരി. ശ്രീ എം ജയചന്ദ്രൻ, ഇന്നിപ്പോൾ CPM നേതാക്കളില്ല, പകരം ഇടത് സഹയാത്രികനായ ശ്രീ എം ജയചന്ദ്രനാണ് പ്രതികരിക്കാനുള്ളത്. ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ സർക്കാർ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയമില്ല, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് പറയുന്നു. കോൺഗ്രസ് പറയുന്ന കാര്യം അവിടെ മാറ്റിവെക്കാം. ഇവിടുത്തെ പ്രദേശവാസിയായ ഇന്നലെ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ അയൽവാസി പറയുന്നതും താങ്കൾ കേട്ടല്ലോ. സർക്കാർ ചെയ്യാവുന്ന കാര്യങ്ങൾ, ഫോറസ്റ്റിൽ ഉദ്യോഗസ്ഥരെ തന്നെ പലപ്പോഴായി ഇവിടെ ആനശല്യമുണ്ട് എന്ന് പറയുമ്പോൾ, ഈ പറഞ്ഞ ഇന്ദിരയുടെ ഈ സംഭവത്തിന്റെ ഘട്ടത്തിൽ തന്നെ വന്ന പ്രതികരണം ഇതാണ്. അവിടെ ഈ ആന നേരത്തെയും വന്ന് ഭീഷണി മുഴക്കിയിരുന്നു. ആ സമയത്ത് പറഞ്ഞത് നിങ്ങൾ ഓടിച്ചു വിട്ടാൽ മതി, നാട്ടുകാർ ഓടിച്ചു വിട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അത് പരാതിപ്പെട്ടിട്ടും ഇതാണ് സംഭവിക്കുന്നത്. പലപ്പോഴും വാഹനമില്ല എന്ന് പറയുന്നു, പെട്രോൾ അടിക്കാൻ ഡീസൽ അടിക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്നു. ഈ തരത്തിൽ ഗതികെട്ട അവസ്ഥയിലാണോ വനം വകുപ്പ്? അല്ല, തീർച്ചയായിട്ടും അല്ല സ്മൃതി. കാരണം ഞാനതല്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ ഈ ചർച്ചയിലേക്ക് കയറുന്നതിന് കഷ്ടിച്ചൊരു 15 മിനിറ്റ് മുമ്പ് ഞാൻ മിനിസ്റ്റർ റോഷി അഗസ്റ്റിനുമായിട്ട് ഇപ്പോൾ സംസാരിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. ഈ വിഷയം തന്നെയാണ് സംസാരിച്ചത്. പിന്നെ മിനിസ്റ്റർ പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയേണ്ടതുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് മാത്രമേ പങ്കുവെക്കുന്നുള്ളൂ കേട്ടോ. മുഖ്യമന്ത്രിയുടെ കൂടെ അറിവോടും ഇടപെടലോടും കൂടിയാണ് ഇന്നലെ തന്നെ മന്ത്രിമാരായ ശ്രീ പി രാജീവും ശ്രീ റോഷി അഗസ്റ്റിനും അവിടെ 10 ലക്ഷം രൂപ കൊടുത്തത്. പിന്നെ ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ, ഈ മുഴുവൻ ഏരിയയിലും ഫെൻസിങ് നടത്താൻ കഴിയില്ല എന്നുള്ള പ്രായോഗികമായ പ്രശ്നമുണ്ടെങ്കിലും, ഇതുപോലെ ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആ സഹോദരി പറഞ്ഞില്ലേ, രാജി, അവർ പറഞ്ഞതുപോലെ അത്തരം സ്ഥലങ്ങളിൽ അത്തരം സ്പോട്ടുകൾ പ്രത്യേകം ഐഡന്റിഫൈ ചെയ്ത് അവിടൊക്കെ ചെയ്യാനായിട്ടുള്ള തീരുമാനങ്ങൾ നിലവിലുള്ളതാണ്. പക്ഷേ അത് ഈ മൊത്തത്തിലുള്ള ഫെൻസിങ്ങിന്റെ ഭാഗമായിട്ട് വന്നപ്പോഴാണ് അത് തടസ്സപ്പെട്ടു പോകുന്നത്. അതുണ്ടാവില്ല. അടിയന്തരമായ പ്രാധാന്യത്തോടുകൂടി അത് ചെയ്യാനായിട്ടാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ശ്രീ എം ജയചന്ദ്രൻ, ബജറ്റിൽ ആകെ തന്നെ ഇതിലൊക്കെയായി നീക്കി വച്ചിരിക്കുന്നത്, ആകെയുള്ള നീക്കിയിരിപ്പ് ഇത്തവണത്തെ ബജറ്റിൽ 48 കോടിയാണ്. അതൊരു 5 കിലോമീറ്റർ ഇലക്ട്രിക്കൽ ഫെൻസിംഗ് നടത്താൻ പോലും മതിയാകില്ല എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. അതെ, ഞാനതുകൂടെ അത് പറയാൻ തുടങ്ങുകയായിരുന്നു. എന്താണെന്നറിയാമോ, 2-ാം തീയതിയാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ 9ാമത്തെ മുഖാമുഖം ആലപ്പുഴയിൽ നടന്നത്. ഞാൻ ആ പരിപാടി പങ്കെടുത്ത ആളായതുകൊണ്ട് പറയുകയാണ്. അവിടെ ഈ കർഷകരെ, ഇത്തരം കർഷകരെ പ്രതിനിധീകരിച്ച് ഒരു ചോദ്യം, 70 പേരാണ് ചോദ്യം ഉന്നയിച്ചത്. അവിടെ ഒരു ചോദ്യം വന്നിരുന്നത് വയനാട്ടിൽ നിന്നുള്ള കർഷകനാണ്. കർഷകരാകെ പ്രതിനിധീകരിച്ച് ഈ പ്രശ്നം തന്നെ, ഇതേ പ്രശ്നം തന്നെയാണ് പറഞ്ഞത്. മാൻ ആൻഡ് കോൺഫ്ലിക്റ്റ് എന്നുള്ള ആ ടോപ്പിക്കിൽ തന്നെയായിരുന്നു ആ ചോദ്യവും. ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഒരു 10-12 മിനിറ്റാണ് ആ ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞത്. അത് വളരെ ഗൗരവമായി സർക്കാർ പിന്നെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള കേസാണെന്നും ഇത് പ്രത്യേകമായി തന്നെ പരിഹരിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നതിനൊപ്പം തന്നെ ഈ കർഷകൻ പറഞ്ഞൊരു കാര്യം അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചതാണ് കേട്ടോ. താങ്കളത് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഈ ഒരു തരം പ്രത്യേകതരം ഒരു തേനീച്ച ഉണ്ടത്രേ. അത് ആ തേനീച്ചയുടെ പേര് ആ കർഷകൻ പറഞ്ഞു. മറ്റ് പല രാജ്യങ്ങളിലും ഈ ആനകൾ ഇങ്ങനെ അതിര് കടന്നു വരാതിരിക്കാൻ, വനാതിർത്തി കടന്നു വരാതിരിക്കാൻ മറ്റ് പല രാജ്യങ്ങളും ഈ മാർഗം, ഈ തേനീച്ചയെ ഫെൻസിങ്ങിന് ശേഷം അവിടെ സ്ഥാപിക്കാറുണ്ട്. ആ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹത്തിന് അറിവിലും ആ ഒരു സംഗതി ഉണ്ട്, അത് സ്ഥാപിക്കാനായിട്ടുള്ള നടപടികൾ അധികം സ്വീകരിക്കും എന്ന് മാത്രമല്ല, എല്ലായിടത്തും ഫെൻസിങ് എന്നുള്ളതല്ല, കൃത്യമായി അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ ഉറപ്പായും അടിയന്തരമായ ഫെൻസിങ് എന്നുള്ളതാണ് നിലപാട് സർക്കാരിൻ്റെ. അക്കാര്യങ്ങളിലേക്കാണ് സർക്കാർ ഇപ്പോൾ ഊന്നുന്നത് എന്ന് തന്നെയാണ് 2-ാം തീയതി പറഞ്ഞത്. ഈ സംഭവം ഇന്നലെയാണ്. ഞാനത് താങ്കൾ ആ വിഷയത്തിലേക്ക് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ കൂടെ പങ്കാളിയായ ഒരു ഇൻസിഡന്റ്, അല്ലെങ്കിൽ ആ അന്നത്തെ മുഖാമുഖത്തിന്റെ ഒരു ഓർമ്മ ഞാനിവിടെ പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ ഒന്നാമത്തെ സംഭവമല്ലല്ലോ. ഇതിനകം തന്നെ അടുത്തടുത്തായി ഒരു 8 മരണമെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. ഓരോ തവണയും വനം മന്ത്രി നടത്തുന്ന പ്രതികരണങ്ങൾ, മയക്കുവെടി വെക്കാം, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അതിലപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന നിസ്സഹായാവസ്ഥ പ്രകടിപ്പിക്കുന്നു. ഒരു കാട്ടാനെ, അക്രമകാരിയായ ഒരു ആനയ്ക്ക് പിന്നാലെ എത്ര ദിവസം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോയിരുന്നു, എന്നിട്ട് ഒന്നും സംഭവിക്കാതെ, ഒന്നും സാധിക്കാതെ മടങ്ങി വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. മയക്കുവെടി വെക്കാം എന്നതിലപ്പുറം എന്തുറപ്പാണ് വനമന്ത്രി ഇതുവരെ നൽകിയിട്ടുള്ളത്? ഈ മലയോര മേഖലയിൽ കഴിയുന്ന ആളുകൾ മുഴുവൻ ഭീതിയിലാണ്. ആ ഭീതി മാറ്റാൻ, അല്ലെങ്കിൽ അവർക്കൊരു ആത്മവിശ്വാസം നൽകാനുള്ള എന്തെങ്കിലും ഒരു പ്രതികരണം മന്ത്രിയിൽ നിന്നുണ്ടായിട്ടുണ്ടോ?
അല്ല, ഞാനത് പിന്നെ ആ വിഷയം അങ്ങനെ പറയാൻ ഞാനത് മുമ്പേ പറയാൻ തുടങ്ങുകയായിരുന്നു. അതായത് റോയ് കെ പൗലോസ് പറഞ്ഞ ചില പ്രശ്നങ്ങൾ, അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ സ്പർശിച്ചാണ് അദ്ദേഹം ആ കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം ആനയ്ക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല തുടങ്ങിയ വിഷയങ്ങൾ കേൾക്കുന്നുണ്ട്. ഉണ്ട് സർ, അതാണ് കാര്യം. അടിസ്ഥാന പ്രശ്നം അത് തന്നെയാണ്. ആനയ്ക്ക് മാത്രമല്ല, പിന്നെ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ വനമാണല്ലോ. പക്ഷേ അവരവിടുന്ന് പുറത്താക്കപ്പെടുകയും കയ്യേറ്റക്കാർ എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന ഒരു കാരണവശാലും ഈ പിന്നെ അവിടെ നമ്മുടെ കുടിയേറ്റക്കാരല്ല കേട്ടോ. കയ്യേറ്റം ഉദ്ദേശിക്കുന്നത് റിസോർട്ട് കയ്യേറ്റക്കാർ തന്നെയാണ്, പച്ചയ്ക്ക് പറഞ്ഞാൽ. ഞാനത് ഈ പുൽപ്പള്ളി കേസിൽ ഞാനത് തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ പറയുന്നത്. അത് അവർ തന്നെയാണ് അവരെ ഈ വന്യമൃഗങ്ങളുടെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കി ആഹാരവും വെള്ളവും നിഷേധിച്ച് ഈ തരത്തിൽ ആനയെ മാത്രമല്ല മറ്റ് പല മൃഗങ്ങളെയും നാട്ടിലേക്ക് ഇറക്കി വിടുന്നതിന് പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതൊന്നും നിയന്ത്രിക്കാനോ പിന്നെ തടയിടാനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളത് മാറി മാറി വരുന്ന ഏത് സർക്കാരുകളുടെയും പ്രശ്നവുമാണ്. പക്ഷേ ഇപ്പോൾ ശ്രീ റോയ് കെ പൗലോസ് പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അപ്പോൾ ചില കണക്കുകൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ചർച്ച ചെയ്യുന്ന കണക്കുകൾ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ 15,000 ആനകളാണ് ഈ തമിഴ്നാട്, കർണാടകം, കേരളം ഈ വനങ്ങളിലായിട്ടുള്ളത്. അതിൽ 6,000-6,000 കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്, ബാക്കി 3,000 കർണാടകത്തിലുമാണ് എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത്, ഈ ആനകളുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ. അപ്പോൾ അത് എങ്ങനെയാണ് ഈ നമ്മൾ പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത് റീലൊക്കേഷനും പിന്നെ റേഡിയോ കോളറുമാണല്ലോ. അതൊട്ടും പ്രായോഗികമല്ല എന്നുള്ള ചർച്ചകൾ പല ഘട്ടങ്ങളിലും പല മേഖലകളിലും നടക്കുന്നുണ്ട്, വിദഗ്ധന്മാരടക്കം. അതൊന്നും ചർച്ച ചെയ്ത് പരിഹരിക്കാനോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ആശയരൂപീകരണത്തിനൊന്നും ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നുമില്ല. എന്തായാലും ഞാൻ അദ്ദേഹം പറഞ്ഞ ആ ഒരു പ്രധാനപ്പെട്ട പിൻ പോയിന്റ് ചെയ്ത ആ വിഷയം വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. അത് ഗവൺമെൻറ് തന്നെ അക്കാര്യത്തിൽ ജാഗ്രതയോടെ ഇടപെട്ട് ഈ പറയുന്ന ആഹാരവും വെള്ളവും അവർക്ക് ലഭ്യമാക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുള്ളതാണ്. അതിൽ 72-ലെ നമ്മുടെ വനനിയമം, കേന്ദ്ര വനനിയമമാണൊക്കെ തടസ്സം നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയാം. അത് ഒരു പരിധിവരെ, വലിയൊരു പരിധിവരെ ശരിയുമാണ്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടത് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്താണ് പരിഹാരം എന്നുള്ളതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.